ഇന്ന് ഞാനൊരു നോർമൽ എയറോപ്ലെയിൻ ഉണ്ടാക്കി കാണിക്കാം. ആദ്യം ഇത് ഇങ്ങനെ മടക്കണം. ഇനി ഇതൊന്ന് തുറക്കണം. എന്നിട്ട് ഈ എൻഡ് കണ്ടോ, ഇത് രണ്ടും ഈ എൻഡ്സ് രണ്ടും കണ്ടോ, ഈ എൻഡ്സ് രണ്ടും ഇങ്ങോട്ടാക്കണം. ഇങ്ങനെ ആക്കണം. അടുത്തെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് എൻ്റെ ഇങ്ങോട്ടാക്കണം. ഇത്രയും ഭാഗം ഒരു ഇതിൻ്റെ ഹാഫ് ഉണ്ടോ, ഹാഫ് അത് ഇങ്ങോട്ടാക്കണം. ഹാഫ് മാത്രം ആക്കണം. അപ്പം അത് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും. രണ്ട് സൈഡും അങ്ങനെ ചെയ്യണം നമ്മൾ. ഇപ്പം ഇങ്ങനെ ഇരിക്കും. ആദ്യം നമ്മൾ ചെയ്തത് ഇതായിരുന്നു, പിന്നെ നമ്മൾ ഇതും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഫോൾഡ് കണ്ടല്ലോ, ഇത് തിരിച്ചിങ്ങനെ മടക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് ഉണ്ടോ, അത് ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് ഇതാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് കണ്ടിട്ട് അത് ഇങ്ങോട്ട് മടക്കണം. അപ്പോൾ ഇതിരിക്കുമ്പം എന്താണ്ട് ഇപ്പം എന്താണ്ട് ഇങ്ങനെ ഇരുന്ന സാധനം നമ്മൾ തന്നെ ഇപ്പം ഇങ്ങനെ മടക്കി. അങ്ങനെ സെയിം സൈഡ് ഇപ്പുറത്തും ചെയ്യണം. നമ്മൾ ചെയ്തു. ഇതാണ് നമ്മുടെ നോർമൽ പ്ലെയിൻ. ഇനി ഇതിപ്പം നമ്മൾ എറിയുന്ന സമയത്ത് ചിലപ്പം ഇത് താഴെ മുട്ടില്ലേ, അതിനെ മുട്ടിയിട്ട് ഇതിപ്പം ചിലപ്പോൾ വളഞ്ഞൊക്കെ പോകും. മുട്ടിയിട്ട് വളയാണ്ടിരിക്കാൻ വേണ്ടി എന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കാൻ വേണ്ടി ഇത് മടക്കി വെക്കണം. എങ്ങനെയാ വെച്ചാൽ ഇത് ആദ്യം തുറന്നു, എന്നിട്ട് തുറന്നില്ലേ, ഇനി സാധനം ഒരു പകുതിയൊക്കെ എടുത്തിട്ട് ഇത് ഇച്ചിരി ഇങ്ങനെ മടക്കണം. എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതും ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്ലെയിനായി. ഇപ്പം എയറോപ്ലെയിൻ എറിയുമ്പം ചില എയറോപ്ലെയിൻസിനൊക്കെ ഈ വിങ്സ് താഴ്ത്തി വെക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ എയറോപ്ലെയിൻസിലൊക്കെ ഇത് പൊക്കി വെച്ചിട്ടാണ് പിന്നെയാണ് എറിയുന്നത്. താങ്ക് യു.